നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹനിലയിൽ വലിയ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിലെ ജ്യോതിഷപരമായ സങ്കീർണതകളെയും അവ വ്യക്തിജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും കുറിച്ചൊരു വിശകലനമാണ്. പൂരാടം നക്ഷത്രത്തിൻ്റെ സ്വഭാവം, കരിയർ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ ഫലങ്ങളും അവയ്ക്കുള്ള ശാസ്ത്രീയമായ മാർഗങ്ങളും വിശകലനം ചെയ്യുന്നു. 2026 പ്രവേശിക്കുമ്പോൾ കാലപുരുഷൻ്റെ വിന്യാസത്തിൽ വലിയ മാറ്റങ്ങൾ ദൃശ്യമാകുന്നു. പൂരാടം നക്ഷത്രം ധനുരാശിയിലാണ് വരുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ്. 2026 നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസം കുംഭൻ രാശിയിൽ 5 ഗ്രഹങ്ങൾ ഒന്നിച്ചു ചേരുന്നു എന്നതാണ്. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, രാഹു എന്നിവർ കുംഭൻ രാശിയിൽ ഒത്തുചേരുന്നത് ഒരു അപൂർവമായ സംയോഗമാണ്. ധനുരാശിക്കാരെയും വിശേഷിച്ച് പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ 3ാം ഭാവത്തിലാണ് സംഭവിക്കുന്നത്. 3ാം ഭാവം എന്നത് ധൈര്യം, ആശയവിനിമയം, സഹോദരങ്ങൾ, ചെറിയ യാത്രകൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഈ 5 ഗ്രഹങ്ങളുടെ സംഭവം പൂരാട നക്ഷത്രക്കാരുടെ ചിന്താഗതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. കൂടുതൽ ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടുകൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ശുക്രൻ മീനൻ രാശിയിലേക്ക്, ചന്ദ്രൻ സമ്പൂർണ്ണ ഗ്രഹണം മാർച്ച് 3-ന്, ശനി മീനൻ രാശിയിൽ തുടരുന്നു മുഴുവൻ മാസവും, സൂര്യൻ മീനൻ രാശിയിലേക്ക് മാർച്ച് 15-ന്, വ്യാഴം മിഥുനൻ രാശിയിൽ മാർച്ച് 15-ന്, ബുധൻ കുംഭത്തിൽ വക്രഗതി അവസാനിപ്പിക്കുന്നു മാർച്ച് 21-ന്, ശുക്രൻ മേടൻ രാശിയിലേക്ക് മാർച്ച് 26-ന്. പൂരാടം നക്ഷത്രം വരുന്നത് ധനുരാശിയിലാണ്. ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ്. മാർച്ച് 15 വരെ വ്യാഴം മിഥുനൻ രാശിയിൽ വക്രഗതിയിലായിരിക്കും. വക്രഗതിയിലുള്ള വ്യാഴം ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ചെറിയ താമസം വരുത്താം. എന്നാൽ മാർച്ച് 15-ന് വ്യാഴം നേർഗതിയിലേക്ക് മാറുന്നതോടെ കഴിഞ്ഞ 3 മാസമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറി തുടങ്ങും. പ്രത്യേകിച്ച് 7ാം ഭാവത്തിലെ വ്യാഴം ദാമ്പത്യ സൗഖ്യത്തിനും ബിസിനസ് പങ്കാളിത്തത്തിനും വിജയവും നൽകും. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ വലിയ മാറ്റങ്ങളുടെ സമയമാണ്. 10ാം ഭാവത്തിൻ്റെ അധിപൻ ബുധൻ 3ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ആശയവിനിമയ രംഗത്തുള്ളവർക്കും IT മേഖലയിലുള്ളവർക്കും വലിയ ഗുണം ചെയ്യും. സെയിൽസ്, മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കാനും ഇടവരും. പ്രത്യേകിച്ച് സർക്കാർ ജോലിയിൽ പ്രമോഷനുള്ള ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. എങ്കിലും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ചില ആനുകൂല്യങ്ങൾ വൈകാൻ സാധ്യതയുള്ളതിനാൽ ക്ഷമ പാലിക്കേണ്ടത് അനിവാര്യമാണ്. ബിസിനസ് രംഗത്ത് പൂരാട നക്ഷത്രക്കാർക്ക് വൻ കുതിച്ചുചാട്ടത്തിൻ്റെ സമയം കൂടിയാണ്. 7ാം ഭാവത്തിലെ വ്യാഴം ബിസിനസ് പങ്കാളികൾക്കിടയിൽ നല്ല ധാരണ ഉണ്ടാക്കാൻ സഹായിക്കും. പുതിയ കരാറുകൾ ഒപ്പിടാൻ മാർച്ച് പകുതിക്ക് ശേഷം സമയം ഏറ്റവും നല്ലതായി അനുയോജ്യമായി കാണുന്നു. എന്നാൽ സഹായികളിൽ നിന്നോ ജോലിക്കാരിൽ നിന്നോ ഉള്ള വിശ്വാസ വഞ്ചന ശ്രദ്ധിക്കുക. സാമ്പത്തികമായി ഇതൊരു മിശ്രഫലമുള്ള മാസമാണ്. വരുമാനം വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകളും നഷ്ടസാധ്യതകളും ഒപ്പമുണ്ടാകാം. പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കും കുടുംബത്തിലെ ആവശ്യങ്ങൾക്കുമായി പണം ചിലവാക്കേണ്ടി വരും. ലോട്ടറിയിലോ മറ്റ് റിസ്ക്കുള്ള ഇടപാടുകളിലോ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. പഴയ കുടിശ്ശികകളും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കാൻ ഈ മാസം അനുകൂലമായി കാണുന്നു. ഭൂമി ഇടപാടുകളിൽ നിന്നും റിയൽ എസ്റ്റേറ്റിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ബജറ്റ് പ്ലാനിംഗ് അത്യാവശ്യമായൊരു മാസം കൂടിയാണിത്. പൂരാട നക്ഷത്രക്കാർക്ക് ഈ വർഷം അവസാന പകുതിയിൽ സമ്പാദ്യത്തിൽ വലിയ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും മാർച്ച് മാസത്തിൽ പണം അനാവശ്യമായി ചിലവാക്കാൻ സാധ്യതയും കാണുന്നു. ശനി 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അർദ്ധാഷ്ടമ ശനി എന്ന അവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. ഇത് കുടുംബത്തിൽ മാനസികമായ ഒരു ഭാരം അനുഭവപ്പെടാൻ കാരണമാകാം. വീട്ടിനുള്ളിൽ സമാധാനക്കുറവോ അനാവശ്യമായ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പിതാവുമായോ മുതിർന്ന കുടുംബാംഗങ്ങളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കുക. വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്നത് പൂരാട നക്ഷത്രക്കാർക്ക് വലിയ തുണയാണ്. ദമ്പതികൾക്കിടയിൽ മികച്ച ധാരണയും സ്നേഹവും നിലനിർത്താൻ വ്യാഴത്തിന് സാധിക്കും. കഴിഞ്ഞ കാലത്തെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സിംഗിളായവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ ഈ മാസം ഏറ്റവും നല്ല സമയം കൂടിയാണ്. പ്രണയിതാക്കൾക്ക് തങ്ങളുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിക്കാം. എങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ തുറന്നു സംസാരിക്കുന്നത് ഉചിതമായിരിക്കും. ആരോഗ്യമേഖലയിൽ അല്പം ജാഗ്രത വേണം. അർദ്ധാഷ്ടമ ശനി ഹൃദയ സംബന്ധമായ ശ്വാസകോശ സംബന്ധമായ ഉള്ള പ്രശ്നങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അമിതമായ ജോലിഭാരം മൂലമുള്ള ക്ഷീണവും ഉറക്കക്കുറവും അനുഭവപ്പെടാം. യാത്രകളിൽ അതീവ ശ്രദ്ധ വേണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വീഴ്ചകളോ ചെറിയ അപകടങ്ങളോ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ വേഗത കുറയ്ക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നത് ഉത്തമമാണ്. കൃത്യസമയത്തുള്ള വിശ്രമം ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കഠിനാധ്വാനം ആവശ്യമാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം അനുഭവപ്പെട്ടേക്കാം. എന്നാൽ സാങ്കേതിക വിദ്യാഭ്യാസവും പ്രായോഗികമായ അറിവുകളും നേടാൻ കൂടുതൽ താല്പര്യവുമുണ്ടാകും. മെഡിസിൻ, യോഗ, മതം തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് ഈ മാസം അനുകൂല സമയമാണ്. ഉന്നത പഠനത്തിനോ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് പകുതിയോടെ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാനും ഇടയുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പുതിയ രീതിയിലുള്ള പഠനക്രമങ്ങൾ
അവലംബിക്കുന്നത് വിജയം ഉറപ്പാക്കും. ലക്ഷ്മി നാരായണ പൂജ സാമ്പത്തിക ഭദ്രതയ്ക്കും കുടുംബ ഐക്യത്തിനുമായി ഈ പൂജ നടത്തുന്നത് വളരെ ഉത്തമമാണ്. അർദ്ധാഷ്ടമ ശനിയുടെ ദോഷം കുറയ്ക്കാൻ എല്ലാ ശനിയാഴ്ചകളിലും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ശനിയാഴ്ചകളിൽ എഴുതിരി കത്തിക്കുന്നതും നല്ലതാണ്. തടസ്സങ്ങൾ നീങ്ങാൻ മാസത്തിൽ ഒരിക്കൽ ഗണപതി ഹോമം നടത്തുകയോ ഗണപതി ഭജനം നടത്തുകയോ ചെയ്യുക. പൂരാട നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനായതിനാൽ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ആരാധിക്കുന്നതും ലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നതും ഐശ്വര്യം കൊണ്ടുവരും. പാവപ്പെട്ടവർക്ക് അരിയും വെള്ളവും ഒക്കെ ദാനം ചെയ്യുന്നത് പൂരാട നക്ഷത്രത്തിൻ്റെ ദോഷങ്ങൾ മാറാൻ സഹായിക്കും.